ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചോഴിക്കോട് വനവും വനത്തിനുള്ളിലെ കാട്ടാറും പിന്നെ വനത്തിനുള്ളിലൊരു അമ്പലവും കൂടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ഞാൻ സ്കൂളിൽ നിന്നൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് സ്ഥിരം ഇവിടെ വരാറുണ്ടായിരുന്നു, കുളിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ഒരു നൊസ്റ്റു ഫീലിംഗ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു. ഇന്നിപ്പോ നമ്മുടെ നാട്ടില് വനങ്ങളും എല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു കാലത്ത് ഇതൊക്കെ ഉണ്ടാകുമോ എന്ന് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെയൊക്കെ വലിയ വലിയ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വരാം. ഭാവിയിൽ ഇതൊക്കെ നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റുമെന്നുള്ളതൊന്നും നമുക്ക് ഉറപ്പില്ല. എങ്കിലും കേസ് ഇതൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. കാട്ടുവള്ളിയും കാട്ടുമരങ്ങളും നല്ല പുഴയും ഇങ്ങനെ തണുത്ത വെള്ളം, നല്ല ക്ലൈമറ്റിൽ ഇങ്ങനെ ഇരിക്കും. ഒരു പ്രത്യേകതരം വൈബാണ് കേസ്. കുറച്ചും കൂടെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു വട്ടം ഇവിടെ ഈ സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ഫുഡ് വ്ളോഗൊക്കെ വേണമെങ്കിൽ ചെയ്യാം. നല്ല പ്രത്യേക ഒരു വൈബുള്ള സ്ഥലം. ഇതാണ്ട കാട്ടുവള്ളികളൊക്കെ കിടക്കുന്നത്, കാട്ടുമരങ്ങൾ, ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു വൈൽഡ് ലൈഫ്, അതൊരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. നമുക്കൊക്കെ ആ ഒരു ഭാഗ്യം ഉണ്ടായി. ഇനിയുള്ള ജനറേഷൻ ആർക്കും ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം ഉറപ്പില്ല. എങ്കിലും കേസ് എന്തായാലും ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലമാണ്, മാസ സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് പോകാൻ തന്നെ തോന്നുന്നില്ല. അമ്മാതിരി വൈബാണ്. ഒരു പ്രത്യേക പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ. നല്ല ശുദ്ധമായ വായു. ഒരു രക്ഷയില്ല കേസ്, ഒരു രക്ഷയില്ല.
അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിപ്പോൾ എവിടെ നിന്നോ ഒരു മറിഞ്ഞ് വീണ ഒരു മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് താഴെ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേട്ടോ. മനസ്സിനൊക്കെ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. എത്ര നേരം ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക, എനിക്ക് പോകാൻ തോന്നത്തില്ല. അമ്മാതിരി ഫീലിംഗ് ആണ് ഗൈസ്. നല്ല പ്രത്യേക ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്ന് തന്നെ പറയാം. ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ കറങ്ങി കിടക്കുക, ഈ വെള്ളത്തിൽ കൂടെ കളിച്ച് കിടക്കുകയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും കേസ് ഒരു രക്ഷയില്ല. ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ മടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററോളം മാറിയാണ് കോഴിക്കോട്. ഇവിടെ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരിക്കലും ഇവിടെ വരണം കേസ്, എല്ലാവരും വരണം. ഇവിടുത്തെ വന്ന ആ വനത്തിൻ്റെ നടുക്കുള്ള ആ പുഴയും ആ പുഴയുടെ പാറയും മരങ്ങളും മരത്തടിയുടെ പുറത്തൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം മൈൻഡൊക്കെ റിലാക്സ് ആക്കിയിട്ട് പോകണം. നല്ല ഫ്രഷ് എയറാണ്, നമ്മുടെ ഈ പൊല്യൂഷനൊന്നും ഇല്ലാത്ത അടിപൊളി എയർ ശ്വാസം നല്ല രീതിയിൽ ശ്വസിച്ച് നമുക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം. ഒരു പ്രത്യേക ഫീലിംഗ് ആണ് കേസ്. എല്ലാവരും പറഞ്ഞു, ഉറപ്പായിട്ടും വരണം. എൻ്റെ പൊന്നു കേസ്, പ്രതീക്ഷ പോലെ അല്ലായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ഒഴുക്കായിരുന്നു. നമ്മുടെ സപ്പോർട്ടിന് വന്ന ചെക്കൻ രക്ഷിച്ചതുകൊണ്ട് എങ്ങനെയോ കയറിപ്പറ്റി. സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല ഒഴുക്കാട്ടോ, നല്ല ഒഴുക്ക്. ഞാൻ അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ കരുതി ഈ ഭാഗത്ത് കല്ലുണ്ടായി ചവിട്ടി കയറാണ്. പക്ഷേ എൻ്റെ നില തന്നെ തെറ്റിപ്പോയി കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര റിസ്കി സ്റ്റേജായിരുന്നു. ഞാൻ വിചാരിച്ച എന്നെ എടുത്തോണ്ട് പോയെന്ന്. നമ്മളിവിടെ ഒരു ചങ്ങാടം കണ്ടെത്തിയിട്ടുണ്ട്. അതിവിടെ കെട്ടിയിട്ടേക്കുവാണ്. പക്ഷേ ഈ ചങ്ങാടത്തിൽ ഒന്ന് കയറി യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി നാട്ടുകാർ വല്ലതും കയറി പഞ്ഞിക്കിടുമെന്ന് പേടിച്ചിട്ട് ഇവർ അപ്പുറം ഇപ്പുറമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ മുതലാളികാരെ ഇനി കണ്ടിട്ട് വല്ല സീനായാലോ. നമുക്കെന്തായാലും ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചങ്ങാടത്തിൻ്റെ മുകളിലോട്ടൊന്ന് കയറാം. പക്ഷെ നല്ല രസമുണ്ട് കേസ്. ചങ്ങാടത്തിൻ്റെ മുകളിൽ കയറി നിൽക്കാനൊക്കെ രസമുണ്ട്. പക്ഷേ ഇതിൽ കണ്ടിട്ട് ഈ ഒരു യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് എടുത്താൽ ഇത് തുഴയാനൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും സംഭവം ചങ്ങാടമാണ്, നല്ല രസമുണ്ട്. ഇതിൻ്റെ മേലിൽ കയറാം. ആ ഭാഗം മണ്ണിൽ കിടക്കുന്നെങ്കിൽ ഈ ഭാഗം വെള്ളത്തിലാണ്. ഇത് മുങ്ങിപ്പോകുന്നൊന്നുമില്ല കേട്ടോ, നല്ല രസമുണ്ട് കയറാൻ.
അപ്പോൾ ഏകദേശം സന്ധ്യ സമയമായി. ഈ വനത്തിനുള്ളിൽ ഒരു അമ്പലമുണ്ട്, അമ്പലം കൂടെ കവർ ചെയ്യാമെന്ന് കരുതിയാണ് നമ്മൾ നിന്നത്. പക്ഷേ ഇനിയിപ്പോൾ സന്ധ്യയായിട്ട് ഇനിയിപ്പോൾ കാട്ടാനൊക്കെ ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ അമ്പലത്തിലോട്ട് പോകാൻ പറ്റില്ല എന്ന് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റൊരു വീഡിയോയിൽ അമ്പലം ഉൾപ്പെടുത്താം. അതുവരേക്കും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ പൊട്ടിക്കിടക്കുന്ന ഒരു വൈറ്റ് മിസ്റ്റ് ഇവിടെ കുപ്പിയുണ്ട് ഗൈസ്. ഒന്ന് സൂം ചെയ്യ്, സൂം ഔട്ട്.